വഖഫ് ഭേദഗതി നിയമം ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. വഖഫ് ഭേദഗതി നിയമം തങ്ങളുടെ സമൂഹത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഈ നിയമം കൊണ്ടുവന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കുള്ളിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഈ നിയമം യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദാവൂദി ബോറോ സമുദായത്തിലെ പ്രതിനിധി അംഗങ്ങൾ, ഷിയ ഇസ്ലാമിലെ ഇസ്മൈലി ശാഖയിലെ ഒരു മതവിഭാഗമാണ് ദാവൂദി ബോറോകൾ എന്നറിയപ്പെടുന്നത്. ഇവർ ഇസ്ലാം മതം തന്നെയാണ് ആചരിച്ചു പോരുന്നതും. ഇന്ത്യയിലെ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഈ നിയമത്തെ വലിയ രീതിയിൽ എതിർക്കുമ്പോഴാണ് വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയതിന് മോദിയെ കണ്ട് ഇവർ നന്ദി പറഞ്ഞിരിക്കുന്നതും. എല്ലാ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തിനാണ് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നതെന്നും അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. മുസ്ലിങ്ങളിൽ വിവരമുള്ള മുസ്ലിങ്ങളും അവർക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നതും ഈ സമുദായങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ഇത് നൽകുന്നത്. ആ തിരിച്ചറിവിലെങ്കിലും അവർ ഈ ഒരു വൈരാഗ്യ ബുദ്ധി മറന്നുകൊണ്ട് നിയമത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അതേസമയം ലോക് കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബിസിനസ് നേതാക്കൾ, പ്രൊഫഷണലുകൾ, അതുപോലെ ഡോക്ടർമാർ, അധ്യാപകർ തുടങ്ങിയ ദാവൂദി ബോറോ സമുദായത്തിലെ നിരവധി പ്രമുഖ പ്രതിനിധികൾ അടങ്ങുന്ന സംഘമാണ് മോദിക്ക് നന്ദി പറയുവാനായി എത്തിയതും. തങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും തങ്ങളുടെ സമുദായത്തിലെ അംഗങ്ങളുടെ സ്വത്തുക്കൾ വഖഫ് അവകാശപ്പെട്ടതിനെ കുറിച്ചും പ്രതിനിധി സംഘം വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞ അവർ ഇത് വളരെ കാലമായി നിലനിൽക്കുന്ന ആവശ്യമായിരുന്നുവെന്നും പറയുകയും ചെയ്തു. ദാവൂദി ബോറോ സമുദായത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും അവർക്കായി അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രതിനിധി സംഘം സംസാരിക്കുകയും ചെയ്തു. വഖഫ് ഭേദഗതി നിയമം തങ്ങളുടെ സമൂഹത്തിന് വളരെ കാലമായി പ്രയോജനം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കുകയാണ്. പ്രധാനമന്ത്രി ഈ നിയമം കൊണ്ടുവന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കുള്ളിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ത്യ എപ്പോഴും തങ്ങളുടെ സ്വത്വം തഴച്ചു വളരാൻ അനുവദിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതത്വ ബോധം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നും അവർ പറയുന്നു. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും അതുപോലെ വഖഫ് മൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രധാനമന്ത്രി അവരോട് സംസാരിക്കുകയും ചെയ്തു. നിലവിലുള്ള ആ ഒരു വ്യവസ്ഥയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സ്ത്രീകളായിരുന്നുവെന്നും പ്രത്യേകിച്ച് വിധവകളായിരുന്നു എന്നതാണ് ഈ നിയമം കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രധാന കാരണങ്ങളിൽ ഒന്നായി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഷിയ ഇസ്ലാമിലെ ഇസ്മൈലി ശാഖയിലെ ഒരു മതവിഭാഗമാണ് ദാവൂദി ബോറോകൾ. ലോകമെമ്പാടുമായി ഏകദേശം 10 ലക്ഷം വരുന്ന ഇവർ ലോകമെമ്പാടുമുള്ള 40-ലധികം രാജ്യങ്ങളിലായി സ്ഥിരതാമസമാക്കിയവരുണ്ട്. ദാവൂദി ബോറോ സമൂഹത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലാണ് താമസിക്കുന്നത്. കൂടാതെ തന്നെ പാകിസ്ഥാൻ, യമൻ, കിഴക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലും ഗണ്യമായ സഭകളുണ്ട്. അതുപോലെ യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും അവരുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണിപ്പോൾ. ദാവൂദി ബോറോ സമൂഹം ഇസ്ലാം മതം പിന്തുടരുന്നു. പ്രത്യേകിച്ച് ഷിയ, ഫാത്തിമത്ത്, ഇസ്മൈലി, തൈബി ദാവൂദി ബോറോ എന്നറിയപ്പെടുന്നു. ദൈവം ഒന്നേ ഉള്ളൂ എന്നും ഖുർആൻ ദൈവത്തിന്റെ സന്ദേശമാണ് എന്നും ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ് എന്നും അലി അദ്ദേഹത്തിന്റെ അനന്തര അവകാശിയും പിൻഗാമിയും ഉണ്ട് എന്നുമുള്ള ബോധ്യത്താലാണ് അവരുടെ വിശ്വാസം. ഖുർആൻ പാരായണം ചെയ്യുക, 5 ദിവസത്തെ പ്രാർത്ഥനകൾ, മൊത്തം വരുമാനത്തിന്റെയും സമ്പാദ്യത്തിന്റെയും 2.5% വാർഷിക ദശാംശം, റംദാൻ മാസത്തിലെ ഉപവാസം, മക്കയിലേക്കും മദീനയിലേക്കും പ്രവാചകന്റെ ദേവാലയങ്ങളിലേക്കും നിർബന്ധിത ഹജ്ജ് തീർത്ഥാടനം, മതപരമായ പോരാട്ടം തുടങ്ങിയ ഇസ്ലാമിന്റെ ശരീഅത്ത് നിർബന്ധിത തത്വങ്ങൾ അവർ പിന്തുടർന്നു പോരുന്നുണ്ട്. ദാവൂദി ബോറോയ്ക്കപ്പുറം മറ്റ് ചില ഇസ്ലാമിക വിഭാഗങ്ങളിലും സ്ത്രീകളിലെ സുന്നത്ത് നടക്കാറുണ്ട് എന്ന ചില പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.